ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു NVD ക്ലാസ് അഗെയിൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പെർമിറ്റിവിറ്റി, റിലേറ്റീവ് പെർമിറ്റിവിറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഈ കൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പേ കഴിഞ്ഞ വർഷം ഗ്രാവിറ്റേഷനിൽ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്നൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഇപ്പൊ എന്താണ് ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സപ്പോസ് ഇവിടെ ഒരു പ്ലാനറ്റ് എന്ന് വിചാരിച്ചോ. ആ പ്ലാനറ്റിന് ചുറ്റും എന്തുണ്ട്? ഒരു റീജിയൻ ഉണ്ട്. ഇതിന് ചുറ്റും ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയണിലേക്ക് ഏതെങ്കിലും ഒരു ബോഡിയോ വസ്തുവോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പ്ലാനറ്റ് കാരണം ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഈ വസ്തുവിന്റെ മുകളിൽ എന്ത് ചെയ്യും? അനുഭവപ്പെടും. അങ്ങനെയാണെങ്കിൽ ആ റീജിയനെയാണ് നമ്മൾ എന്ത് പറയാ? ആ പ്ലാനറ്റിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയാം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്ലാനറ്റ് എടുക്കുകയാണെങ്കിൽ ആ പ്ലാനറ്റിന് ചുറ്റും എന്തുണ്ട്? ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയണിലേക്ക് മറ്റേതെങ്കിലും ഒരു പ്ലാനറ്റോ ബോഡിയോ അല്ലെങ്കിൽ സാറ്റലൈറ്റോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഈ പ്ലാനറ്റ് കാരണം ഈ ബോഡീന്റെ മുകളിൽ ഉണ്ടാവും ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അങ്ങനെയാണെങ്കിൽ ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ക്ലിയർ അല്ലേ? ഇതേ ഐഡിയ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ചാർജിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. ഇപ്പൊ സപ്പോസ് ഒരു Q എന്നൊരു ചാർജ് ഇവിടെ ഇരിക്കുകയെന്ന് വിചാരിച്ചു. Q എന്നൊരു ചാർജ് ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഞാനൊരു ബോഡീനെ കൊണ്ടുവന്ന പോലെ ഞാൻ ഇവിടെ ഒരു മറ്റൊരു ചാർജിനെ നമ്മൾ കൊണ്ടുവരികയാണ് Q0. ഈ Q0ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ Q0 നമ്മൾ പറയുന്ന പേര് ടെസ്റ്റ് ചാർജ് എന്നാണ്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചാർജിനാണ് നമ്മൾ എന്ത് പറയാ? ടെസ്റ്റ് ചാർജ്. അപ്പൊ എന്താണ് ടെസ്റ്റ് ചാർജ് എന്ന് ചോദിച്ചാൽ അത് വളരെ സ്മോൾ ആയിരിക്കും. അത് എന്താണ്? അതിന് മാസ്ലെസ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ആ ചാർജ് നമ്മൾ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ചാർജ്. അപ്പൊ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ചാർജുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ ആരെ കൊണ്ടുവരുന്നുണ്ട്? Q0 എന്ന ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. Q0 എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ചാർജ്. മാസ്ലെസ് ആണ്, സ്മോൾ ആണ്, അതുപോലെ പോസിറ്റീവ് ആണ്. അത്തരത്തിലുള്ള ഒരു ചാർജ്, ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചാർജിനെ നമ്മൾ പറയുന്ന പേരാണ് ടെസ്റ്റ് ചാർജ്. അപ്പോൾ +Q ചാർജിന്റെ അടുത്തേക്ക് ഞാൻ ആരെ കൊണ്ടുവരികയാണ്? ഈ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരികയാണ്. ഞാൻ അകലേന്ന് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിന്റെ ഇടയിൽ എന്തുണ്ട്? ഇത് രണ്ടും തമ്മിൽ എന്ത് ഇന്ററാക്ട് ചെയ്യും? കൂളംസ് ലോ, ഫോഴ്സ് ഉണ്ടാവും, റിപ്പൽ ചെയ്യും. കാരണം രണ്ട് പോസിറ്റീവ് ആയതുകൊണ്ട് സംഭവിക്കും, റിപ്പൽ ചെയ്യും. അപ്പോ ആ റീജിയൻ സപ്പോസ് ഇതാന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ റീജിയൻ ആണെന്ത്? ഈ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാൻ സപ്പോസ് ഒരു -Q ചാർജ് ആണ് എടുക്കുന്നെങ്കിൽ വിചാരിച്ചു. ഞാൻ ടെസ്റ്റ് ചാർജ് ആയിട്ടുള്ള +Q ചാർജിനെ കൊണ്ടുവന്നു. അപ്പോൾ ഒരു പെർട്ടിക്കുലർ റീജിയൻ എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഇവിടെ റിപ്പൽ ചെയ്യുകയാണെങ്കിൽ രണ്ട് പോസിറ്റീവ് ആയിട്ട് റിപ്പൽ ചെയ്യും, ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇതെന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. കാരണം രണ്ട് എന്താണ്? അൺലൈക്ക് ചാർജസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ റീജിയനിലേക്ക് എത്തുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ആ ഒരു അട്രാക്ഷനോ റിപ്പൽഷനോ എന്ത് ചെയ്യുള്ളൂ? അനുഭവപ്പെടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ചാർജിന് ചുറ്റും ഉള്ള ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഡെഫിനേഷൻ ആയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. ഡെഫിനിഷൻ it is the region around a charge in which electrostatic force of attraction or repulsion experienced by any other charges. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ റീജിയൻ അറൌണ്ട് എ ചാർജ് ഇൻ വിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എനി അതർ ചാർജ്. എന്ന് വെച്ചാൽ ഒരു ചാർജിന് ചുറ്റുമുള്ള റീജിയൻ ആണ്. ആ റീജിയണിലേക്ക് മറ്റൊരു ചാർജ് വരുന്ന സമയത്ത് ആ ചാർജിന്റെ മുകളിൽ ഒന്നെങ്കിൽ അട്രാക്ഷൻ സംഭവിക്കും, ഈ കണ്ടീഷൻ പറഞ്ഞ പോലെ, ഒന്നെങ്കിൽ എന്ത് സംഭവിക്കും? റിപ്പൽഷൻ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ഫീൽഡ്. ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. നമ്മൾ E എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും രണ്ടും സെയിം ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ എഴുതാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ് അറൌണ്ട് എ ചാർജ്. ഒരു ചാർജിന്റെ അടുത്ത് ഒരു പോയിന്റിൽ
ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ ആ ചാർജിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയാം. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ സപ്പോസ് ഒരു ചാർജ് ക്യൂ ഇവിടെ ഉണ്ട് വിചാരിച്ചു, ഒരു ക്യൂ എന്നൊരു ചാർജ് ഇവിടെ ഉണ്ട്. ഈ ക്യൂ എന്ന ചാർജിന്റെ അടുത്ത് ഞാൻ പി എന്നൊരു പോയിന്റ് എടുക്കുകയാണ്. ഇത് ആർ അകലത്തിലാന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ പി എന്ന പോയിന്റിൽ Q0 എന്നൊരു ടെസ്റ്റ് ചാർജിനെ പ്ലേസ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് ക്യൂ ചാർജ് കാരണം ഈ ചാർജിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ആക്കി എഴുതുകയാണെങ്കിൽ E = F/Q0 എന്ന് എഴുതാം. തെറ്റൊന്നുമില്ല. E = F/Q0 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഈ ചാർജ് ടെസ്റ്റ് ചാർജ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു ചാർജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ Q0 പകരം Q എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. സോ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, E = F/Q എന്നും എഴുതാം, തെറ്റൊന്നുമില്ല. ഇതാണ് എന്ത്, ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതെന്താണ്, ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ അത് എന്തുകൊണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരുന്നു? അതിന്റെ ആൻസർ അത്രയേ ഉള്ളൂ, ഫോഴ്സ് വെക്ടറാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, വെക്ടറാണ്. നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, വേണമെങ്കിൽ അങ്ങനെ എഴുതാം, തെറ്റൊന്നുമില്ല. ഇതിന്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് നമുക്ക് പറയാം. യൂണിറ്റ് എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ചാർജിന്റെ യൂണിറ്റ് എന്താണ്, കൂളം. അപ്പോൾ ന്യൂട്ടൺ പെർ കൂളം ആണ് എന്തിന്റെ യൂണിറ്റ്, ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മൾ ജനറലി നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ പോയിന്റ് ചാർജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇത് ജനറൽ ഇക്വേഷൻ ആണ്, ഇതിനെ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടുത്തെ ഫോഴ്സ് വേണം. ആ ഫോഴ്സ് എനിക്ക് കൂളംസ് ലോ വെച്ച് കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കണ്ടെത്താൻ പറ്റും. ജനറൽ ഇക്വേഷൻ അല്ലാതെ നമുക്ക് കോമൺലി ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ കണ്ടെത്താൻ പറ്റും. അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, കൂളംസ് ലോ ഇക്വേഷൻ എന്താണ്, ഫോഴ്സ് F = K/Q1 Q2 / R² ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ അല്ലേ? അപ്പോ ഇതൊരു ചാർജ് ആണ്, Q1 ആണെന്ന് വിചാരിച്ചോ, ഇത് Q2 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, F = K, Q1 പകരം Q എന്ന് എഴുതാം, Q0, Q2 പകരം ഡിസ്റ്റൻസ് R തന്നെയാണ്, R². ക്ലിയർ അല്ലേ? ഇത് നമ്മൾ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, E = F/Q ആണ്. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, Q0 / R², Q0 ആണ്, /R² എന്താ വരിക, Q0. ഓക്കെ അല്ലേ? ഈ Q0 ഇങ്ങോട്ട് പോകും. അപ്പൊ എന്താ സംഭവിക്കുക, H = Q0 / R² Q0 വരും. ഈ Q0 എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഇക്വേഷൻ ജനറലൈസ് ചെയ്തിട്ട് മറ്റൊരു ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും, KQ / R². അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, Kക്ക് വാല്യൂ എടുക്കാം 1/4πε0 Q / R². ഇതാണ് നമ്മുടെ എന്ത്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ആണ് നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ട്രിക്ക് ഉണ്ടോ? ഉണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ പറ്റും. ആ ട്രിക്കാണ് പറയാൻ പോകുന്നത്. എക്സാമിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില കണ്ടീഷനിലൊക്കെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാം. അപ്പൊ അടുത്ത് പറയാൻ പോകുന്നത് ട്രിക്ക് ടു ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് സിമ്പിൾ ആണ്. 2 സ്റ്റെപ്പ് ഉണ്ട്. ആ 2 സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതാം. ഫസ്റ്റ് എന്താണെന്നുള്ളത്, ഫസ്റ്റ് പ്ലേസ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് at the point where we want to find electric field. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള പോയിന്റിൽ നമ്മൾ ആരെ പ്ലേസ് ചെയ്യുക, ആദ്യം യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഫൈൻഡ് ഫോഴ്സ് ഓൺ ദാറ്റ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് using Coulomb's law, and that force will be the electric field. രണ്ടാം സ്റ്റെപ്പ് എന്താ, ഫൈൻഡ്
force on the unit positive charge using Coulomb's law, and that force will be electric field. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, ആ പോയിന്റിൽ ഇരിക്കുന്ന യൂണിറ്റ് ചാർജിന്റെ ഫോഴ്സ് എന്തുപയോഗിച്ച് കണ്ടുപിടിക്കുക, കൂളംസ് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. പറഞ്ഞ മനസ്സിലായില്ലേ? ഫൈൻഡ് ഫോഴ്സ് ഓൺ ദാറ്റ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് യൂസിങ് കൂളംസ് ലോ. കൂളംസ് ലോ ഉപയോഗിച്ചിട്ട് ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന്റെ ഫോഴ്സ് കണ്ടെത്തിയാൽ അവിടുത്തെ എന്തായി, ഇലക്ട്രിക് ഫീൽഡ്. നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം, അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ സപ്പോസ് ഇതാണ് നമ്മുടെ ക്യൂ എന്ന ചാർജ്. ഈ ചാർജിന് സമീപത്തായിട്ടുള്ള പോയിന്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് എനിക്ക് കണ്ടെത്തേണ്ടത്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് എനിക്ക് കണ്ടെത്തേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഈ പോയിന്റിൽ നമ്മൾ ആരെ പ്ലേസ് ചെയ്യുക, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ +1 ചാർജിനെ പ്ലേസ് ചെയ്തു, അതാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്താണ്, +1 ചാർജിനെയാണ് നമ്മൾ എന്താ പറയാ, യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഒന്നാം സ്റ്റെപ്പായി. ഈ ഡിസ്റ്റൻസ് r ആണെന്ന് കരുതിക്കും. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഈ ചാർജിന്റെ മുകളിൽ ഈ ചാർജ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് കൂളംസ് ലോ ഉപയോഗിച്ച് കണ്ടെത്തുക. ഇപ്പൊ കൂളംസ് ലോന്റെ ഇക്വേഷൻ എന്താ, F = kq1 q2 / r². ആണല്ലോ. ഇവിടുത്തെ Q1 എന്ന് പറഞ്ഞാൽ എന്താണ്, Q ആണ്. Q2 എന്ന് പറഞ്ഞാൽ എന്താണ്, +1 ആണ്. അപ്പൊ എന്താ വരിക, F = kq × 1 / r². ഫോഴ്സ് ആയില്ലേ? ആ ഫോഴ്സ് ആണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. E = kq / r². തന്നെയല്ലേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു നമ്മളിപ്പോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് ഏത് പോയിന്റിലാണോ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തേണ്ടത് ആ പോയിന്റിൽ +1 ചാർജിനെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ചാർജിന്റെ മുകളിൽ ഫോഴ്സ് കണ്ടെത്തുക. എന്തുപയോഗിച്ച്, കൂളംസ് ലോ ഉപയോഗിച്ച്. ആ ഫോഴ്സ് ആയിരിക്കും എന്ത്, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് എന്ത്, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക, ട്രിക്ക്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓൾറൈറ്റ്, ഇനി നമുക്ക് പറയാനുള്ളത് വെക്റ്റർ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. വെക്റ്റർ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, E = kq / r² ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം, വെക്റ്റർ ഫോം ആക്കണമെങ്കിൽ നമ്മൾ ഇതിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, ഒരു യൂണിറ്റ് വെക്ടറിന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആ യൂണിറ്റ് വെക്ടർ ഞാൻ r∩ എന്ന് എടുക്കുകയാണ്, ഡയറക്ഷൻ തരാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? r∩ എന്ന് പറഞ്ഞാൽ എന്താണ്, വെക്റ്റർ r / mod r ആണ്. അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. which is equal to kq / r² into വെക്റ്റർ r / mod r. ഇത് വേണമെങ്കിൽ മോഡായിട്ട് ഇടാം. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന് എന്തായി, r³ mod r³. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ വെക്റ്റർ ഫോം കിട്ടി. E = kq / r³ മോഡ് ഇൻറ്റു വെക്റ്റർ r. ഇതാണ് എന്ത്, വെക്റ്റർ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം വെക്റ്റർ ഫോം. ഇതാണ് വെക്റ്റർ ഫോമിന്റെ ഇക്വേഷൻ. റെഡി അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇതിൻ്റെ അകത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒക്കെ പറയണം. അതൊക്കെ എക്സാമിന് 2 മാർക്കിന്റെ സെഷനിലൊക്കെ ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് വെച്ചാൽ, ദേ ആർ ഇമാജിനറി ലൈൻസ് വിച്ച് എക്സിസ്റ്റ് അറൌണ്ട് എ ചാർജ്, മൂവ്സ് റേഡിയലി ഔട്ട്വേർഡ് ഫോർ പോസിറ്റീവ് ചാർജ് ആൻഡ് റേഡിയലി ഇൻവേർഡ്സ് ഫോർ നെഗറ്റീവ് ചാർജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോസിറ്റീവോ നെഗറ്റീവോ ചാർജ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ചുറ്റും എക്സിസ്റ്റ് ചെയ്യുന്ന ഇമാജിനറി ലൈനിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയും. വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റും, ഇറ്റ് ഈസ് ദ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ പിക്ചോറിയൽ പിക്ചർ ആണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അത് നമുക്ക് സുഖമായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇവിടെ 2 ടേം കണ്ടിട്ടുണ്ടാവും, റേഡിയലി ഇൻവേർഡ്സും റേഡിയലി ഔട്ട്വേർഡ്സും. ഇതെന്താ സംഭവം? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് ലൈൻസ് എങ്ങനെ വരുന്നു മനസ്സിലാക്കണം. സിമ്പിൾ ആയിട്ട് ചെയ്യാം. സപ്പോസ് ഇതാണ് നമ്മുടെ പോസിറ്റീവ് ചാർജ് പ്ലസ് എന്ന് വിചാരിച്ചു. ഞാൻ ഇതിന്റെ അടുത്ത് നമുക്കറിയുന്ന ടെസ്റ്റ് ചാർജ് ഉണ്ടല്ലോ Q0, അതിനെ കൊണ്ടേ പ്ലേസ് ചെയ്യാണ്. അപ്പൊ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇതും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യാം. സംശയം ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇങ്ങനെയല്ലേ കിട്ടുക. ഇനി ഞാൻ സപ്പോസ് ഇതിനെ ഇവിടെ കൊണ്ടുവച്ചാൽ അത് അങ്ങോട്ടല്ലേ മൂവ് ചെയ്യാം. അപ്പൊ ഇത് ഇങ്ങനെയല്ലേ ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യാം. ഇനി ഞാൻ ഇതിനെ ഇവിടെ കൊണ്ടുവച്ചാൽ ഇത് ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യാം.
ഇത് ഞാൻ ഇവിടെ കൊണ്ടുവച്ചാൽ ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യുക, ഞാൻ എവിടെ കൊണ്ടുവച്ചാലും അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുക, ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇതാണ് എന്ത് പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത് പ്ലെയിനിൽ വരയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ, സ്പേസിലാണുള്ളത്. അത് ഒന്നും കൂടെ ക്ലിയർ ആക്കണമെങ്കിൽ ഒരു ബോൾ ഉണ്ട് എന്റെ കയ്യിൽ, ആ ബോളിന് മുകളിൽ ഞാൻ കുറെ ഈർക്കിൾ ഇങ്ങനെ കുത്തി വെക്കുകയാണ്, ആ ഒരു കണ്ടീഷൻ. അപ്പോൾ എല്ലാം എന്താണ്? റേഡിയലി ഔട്ട്വേർഡ് ആണ്. ഇതാണ് എന്ത്? പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇതേപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും കണ്ടെത്താൻ പറ്റും, വരയ്ക്കാൻ പറ്റും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് റേഡിയലി ഔട്ട്വേർഡ്സ് എന്നാണ് പറയുക, പുറത്തേക്കാണ്. ഓക്കെ, ഇനി നെഗറ്റീവ് ചാർജിന് എങ്ങനെ വരയ്ക്കാം? സിമ്പിൾ ആണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു നെഗറ്റീവ് ചാർജ് വെച്ചു, സെയിം ഐഡിയ തന്നെ. ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള Q0 ടെസ്റ്റ് ചാർജ് ഇവിടെ വെച്ചാൽ പ്ലസ് Q0 ഇവിടെ വെച്ച് എന്താ സംഭവിക്കുക? Q0 ഇവിടെ വെച്ച് എന്താ സംഭവിക്കുക? ഇത് പോസിറ്റീവ് ആണതും നെഗറ്റീവ് ആണ് അട്രാക്ട് ചെയ്യുക, അപ്പോൾ ഇത് ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യുക, അപ്പോൾ ഈ ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ വരിക. ഇനി ഇവിടെ വെക്കുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ടല്ലേ വരിക, ഇവിടെ വെക്കുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ടല്ലേ വരിക, ഇവിടെ വെക്കുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ടല്ലേ വരിക, ഇവിടെ വെക്കുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ടല്ലേ വരിക. ഇങ്ങനെയല്ലേ ഉണ്ടാവുക അല്ലെ? ഇത് അകത്തേക്കല്ലേ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയാ? റേഡിയലി ഇൻവേർഡ്സ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇതാണെന്ത്? പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇതാണെന്ത്? നെഗറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ആണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ആദ്യത്തെ പ്രോപ്പർട്ടി എന്താണ്? ദേ ഒറിജിനേറ്റ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്. എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുന്നു. നമ്മൾ പ്രോപ്പർട്ടീസ് പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ പിന്നെ പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് ലൈൻസ് വെച്ചപ്പോൾ റേഡിയലി ഔട്ട്വേർഡ് ആണ്. റേഡിയലി ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് പിന്നെ ഒറിജിനേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിലാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ടെർമിനേറ്റ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്, നമ്മൾ നെഗറ്റീവ് ചാർജിന്റെ അകത്തേക്കല്ല, റേഡിയൽ ഇൻവേർട്സിൽ, അപ്പൊ നമുക്ക് എന്താ തോന്നുക? അവസാനിക്കുന്നത് നെഗറ്റീവ് ചാർജിലായിട്ടാണ് തോന്നുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ദേ ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. അവ എന്ത് ചെയ്യില്ല? ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. എന്താണ് ഈ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സർക്കിൾ ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. കാരണം തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഒന്ന് അവസാനിക്കുന്നതിനാണ് എന്ത് ചെയ്യുക? ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരിക്കലും എന്ത് ഫോം ചെയ്യില്ല? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ദേ ഡു നോട്ട് ടെർമിനേറ്റ് ഇൻ സ്പേസ്. സ്പേസിൽ അവസാനിക്കൂല. ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് ലൈൻസ് വെച്ചപ്പോൾ റേഡിയലി ഔട്ട്വേർഡ്സ് ആണ്, അത് സ്പേസിലേക്ക് അകന്ന പോകണം. അത് ഒരിക്കലും അവസാനിക്കൂല സ്പേസിൽ. അതാണെന്ത്? മൂന്നാമത്തെ പ്രോപ്പർട്ടി. നാലാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ദേ ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. ഇപ്പൊ നിങ്ങൾ നേരത്തെ വരച്ചപ്പോ, അല്ലെങ്കിൽ ഇവിടെ വരച്ചിരിക്കുന്ന ഫിഗറിൽ ഒരു ഫീൽഡ് ലൈൻസും എന്ത് ചെയ്യില്ല? പരസ്പരം എന്ത് ചെയ്യില്ല? ഇന്റർസെക്ട് ചെയ്യില്ല, കൂട്ടിമുട്ടൂല. അതാണെന്ത്? അടുത്ത പ്രോപ്പർട്ടി. അഞ്ചാമത്തെ എന്താണ്? നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്. എന്ന് വെച്ചാൽ ചാർജിന്റെ വാല്യൂ കൂടുകയാണെങ്കിൽ, ഇപ്പോൾ 3 കൂളം ചാർജ് ഉണ്ട്, 5 കൂളം ചാർജ് ഉണ്ട്. 3 കൂളം ചാർജിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കുറവായിരിക്കും 5 കൂളമ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ. എന്ന് വെച്ചാൽ ചാർജിന്റെ സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് അതിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസിന്റെ എണ്ണം എന്ത് ചെയ്യും? കൂടും. അതാണെന്ത്? അഞ്ചാമത്തെ പ്രോപ്പർട്ടി. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇവിടെ 3 ഫിഗർ വരച്ചിട്ടുണ്ട്. ഈ 3 ഫിഗർ നിങ്ങൾ പഠിക്കണം. ഇത് ഈ പ്രോപ്പർട്ടി അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ വരച്ചതാണ്. അപ്പോൾ ഇത് എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇത് നോക്കൂ, 2 പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് ലൈൻസ് ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് ലൈൻസ് ആയതുകൊണ്ട് പോസിറ്റീവ്ലി റേഡിയലി ഔട്ട്വേർഡ്സ് ആണ്. അതാണ് ഇത് പുറത്തേക്ക് കാണിക്കുന്നത്, ആരോസ് മൊത്തം. പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ ആരോ ഉണ്ടാവും, പക്ഷെ ഇവ ഒരേ ചാർജ് ആയതുകൊണ്ട് ഇന്റർസെക്ട് ചെയ്യില്ല, സോ ഇങ്ങനെ പോകും. അതുപോലെ തന്നെയാണ് നെഗറ്റീവ് ചാർജിന്റെ. ഇവിടെ നോക്കൂ, ഇൻവേർഡ്സ് ആണ്, അകത്തേക്കാണ് വരുന്നത്, പിന്നെ പരസ്പരം ഇന്റർസെക്ട് ചെയ്യില്ല. ക്ലിയർ അല്ലേ? ഇതാണെന്ത്? 2 നെഗറ്റീവ്. അപ്പൊ ഇത് രണ്ടും സിമിലർ തന്നെയാണ്, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ആരോ ഇടുന്ന സമയത്ത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അകത്തേക്ക് ഇടുക, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ പരസ്പരം എന്ത് ചെയ്യില്ല? ഇന്റർസെക്ട് ചെയ്യാതെ നോക്കുക. ഓക്കെ അല്ലേ? ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എക്സാമിന് ഇടക്കിടക്കിടക്ക് ചോദിക്കാറുണ്ട്. ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജിന്റെ ഫീൽഡ് ലൈൻസ് എങ്ങനെ ഉണ്ടാവുക? അപ്പോൾ ഈ പ്രോപ്പർട്ടി വെച്ച് പറയുന്ന സമയത്ത് പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുന്നു കണ്ടോ? പിന്നെ ദേ ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. ഇത് ഇവിടെ വന്ന് അവസാനിച്ച് പിന്നെ തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. ഇങ്ങോട്ട് വരുന്നാലേ അത് ക്ലോസ്ഡ് ലൂപ്പ് ആവുള്ളൂ. ഇതെല്ലാം അവിടെ വന്ന് അവസാനിക്കുക. ക്ലിയർ അല്ലേ? പിന്നെ നോക്കൂ, മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതിന്റെ ഈ ഭാഗത്തെ ആരോ പുറത്തേക്കാ, കാരണം പോസിറ്റീവാ. ഈ ഭാഗത്തെ ആരോ എന്താണ്? അകത്തേക്കാ, അത് നെഗറ്റീവ് ആയതുകൊണ്ടാണ്.
സോ ഈ മൂന്ന് ഫിഗർ, രണ്ട് പോസിറ്റീവ് ചാർജ് ഒരുമിച്ച് വെക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈനും, രണ്ട് നെഗറ്റീവ് ചാർജ് ഒരുമിച്ച് വെക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും, അതുപോലെ തന്നെ ഒരു പോസിറ്റീവും നെഗറ്റീവും വെക്കുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അത് വരച്ച് പഠിച്ചോളാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഞാനിവിടെ VVIP ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്, മാർക്ക് ചെയ്യാണ്. ഈ ഫിഗറും ഈ പ്രോപ്പർട്ടീസും ഒക്കെ എന്ത് ചെയ്യുക, പഠിച്ചോളാം. സോ ഇത്രയും കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.